അക്ഷരപ്രേമികൾക്കിനി സുവർണകാലം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നാളെ തിരിതെളിയും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നിയമസഭയിലെ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. കഥകളെയും കഥാപാത്രങ്ങളെയും ചരിത്രത്തെയും അക്ഷരങ്ങൾക്കിടയിൽ തിരയുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ വായനാനുഭവത്തിന്റെ പുതിയ വാതിൽ തുറക്കുകയാണ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ എക്സ്ക്ലൂസീവ് ലെജിസ്ലേച്ചർ ഫെസ്റ്റിവലാണ് KLIBF. ആ KLIBFിൻ്റെ 4th എഡിഷൻ ജനുവരി മാസം 7 മുതൽ 13 വരെ നിയമസഭാ കോംപ്ലക്സിൽ നടക്കുകയാണ്. 300ഓളം സ്റ്റാളുകൾ, 200-നടുത്ത് പ്രസാധകന്മാർ, വ്യത്യസ്ത ബുക്ക് ചർച്ചകൾ, വ്യത്യസ്ത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ അധികായന്മാരുടെ ചർച്ചകൾ തുടങ്ങിയ എല്ലാ തരത്തിലും KLIBFിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പുസ്തക ചർച്ചകളും എഴുത്തുകാരുമായുള്ള സംവാദങ്ങളും അങ്ങനെ അനേകം കൗതുകങ്ങൾ ഉള്ളിലൊളിപ്പിച്ചുള്ള പുസ്തകമേളയുടെ ഭംഗി കൂട്ടാൻ എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളുമുണ്ട്. 9-ാം തീയതി വൈകുന്നേരം നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഷോയുമായി ടീം അമൃതയുമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന കൾച്ചറൽ ഇവൻറ്റും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജനുവരി മാസം 9-ാം തീയതി കൾച്ചറൽ ഇവൻ്റ് ഒരുക്കിയത് അമൃതയാണ്. അമൃത TVയുടെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഷോ 2026 ജനുവരി മാസം 9-ാം തീയതി വൈകുന്നേരം നിയമസഭയുടെ ലോഞ്ചിൽ, ശങ്കരനാഥൻ തമ്പി ലോഞ്ചിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പുസ്തകമേളയ്ക്ക് മുന്നോടിയായുള്ള വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. ഇനിയുള്ള 7 ദിവസം തലസ്ഥാനത്തിന് അക്ഷരങ്ങളുടെ ഉത്സവകാലമാണ്. ദേശീയ അന്തർദേശീയ പ്രസാധകരും എഴുത്തുകാരും ഒന്നിക്കുന്ന അക്ഷരങ്ങളുടെ മഹാസംഗമകാലം. ക്യാമറമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.